ഹലോ, ഹായ്. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. കുറച്ച് ദിവസമായിട്ട് ഞാൻ വന്നിട്ടില്ല. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്കൊരു നല്ല മധുരമുള്ളൊരു കൊയക്കട്ടേൻ്റെ ഇത് കാണിക്കേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. നിങ്ങൾ കണ്ടോളി. ഇതാ ഒരു പാത്രം എടുക്കുക. പാത്രത്തിൽ ഒരു പാക്കറ്റ് അരിപ്പൊടി, 1/2 കിലോൻ്റെ അരിപ്പൊടി പൊട്ടിച്ചിടുക. അതിൽ നമുക്ക് ചൂടുവെള്ളം പാർന്നാലും നല്ലതാണ്. ഞാൻ പാരുന്നത് ചൂട് പാലാണ്. ചൂട് പാൽ പാർന്ന് അതിനെ നല്ലോണം ഇളക്കി ഇതാക്കി, പിന്നെ എത്രയാണ് വേണ്ടത് അത്ര പാർന്ന് അതിനെ ഇളക്കി നല്ല മിക്സാക്കിയിട്ട് ഇങ്ങനെ ചൂടുള്ളത് കൊണ്ട് നമ്മൾ തൽക്കാലം കൈ കൊണ്ട് പറ്റില്ല, സ്പൂണിനെ കൊണ്ട് ഇളക്കി 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 എടുക്കും. എന്നിട്ട് ഒരു വക ഒന്ന് പറ്റിയാൽ അതിനെ ഉരുട്ടി ഇതാക്കി വെക്കുക. പിന്നെ നമ്മളപ്പോഴൊക്കെ ഒരു പാത്രം എടുത്ത് വെച്ച് അതിൽ തേങ്ങ വരണ്ടി വെക്കുക. ഞാനിപ്പോൾ ഒരു തേങ്ങ ഇതിനെടുത്തിട്ടുണ്ട്, 2 മുറി. അതിൻ്റെ ശേഷം ഇതിങ്ങനെ ഉരുട്ടി നല്ല ഇതായതിൻ്റെ ശേഷം ഇനി നിങ്ങളൊരു കടായിയോ ഒരു പാത്രം നിങ്ങൾക്ക് എന്നാൽ ഇഷ്ടമുള്ള ഒരു ചീനച്ചട്ടി എടുക്കുക. അതിൽ വെല്ലം ഉരുക്കി വെച്ച് അരിപ്പ വെച്ച് അരിച്ചിങ്ങെടുക്കുക. അതിലെടുക്കുക നമ്മൾ വെല്ലം എടുത്ത് ഉരുക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട്. ആ വെല്ലം എടുത്ത് ഉരുക്കി ഒന്ന് അരിച്ചിട്ടെടുക്കുക. കച്ചറയുണ്ടോ? ഞാൻ പിന്നെ കുറച്ച് വെല്ലവും കുറച്ച് പഞ്ചസാരയും എടുത്ത് ഒരു 3-4 സ്പൂൺ പഞ്ചസാര ആക്കി വെല്ലം. അങ്ങനെ പിന്നെ അത് നല്ലോണം ഇളക്കി അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കുക. 3-4 സ്പൂൺ പഞ്ചസാരയും കുറച്ച് അതിന് വേണ്ടുന്ന വെല്ലം ഇട്ടതിന് ശേഷം ആ പാത്രം അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിനെ ഒന്ന് നല്ലോണം ഇളക്കുക. അത് ഇളക്കി ഇളക്കി അതിൻ്റെ നല്ല വലിയ വലിഞ്ഞ് പറ്റിയതാകുന്ന പോലെ വേണ്ട, ഒരു വകയാവുമ്പോൾ ഒന്ന് പറ്റുന്നതെന്ന് കാണുമ്പോൾ നമുക്കതിൽ ഒരു ഏലക്കായ് വേണേൽ പൊടിച്ചിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് അത് കഴിഞ്ഞാൽ ഏലക്കായ് ഇട്ട് നല്ലോണം ഇളക്കിയതിൻ്റെ ശേഷം തേങ്ങ വരണ്ടി വെച്ചിട്ടില്ല, നമ്മൾ ഒരു തേങ്ങ വരണ്ടി വെച്ചില്ല, ആ തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി നല്ല മിക്സാക്കി നല്ലോണം ഒന്ന് അടുപ്പത്തുനിന്ന് അതിനെ വരട്ടി നല്ല പതപ്പിച്ച് വെല്ലയെല്ലാം പതച്ചതിൻ്റെ അകത്തിട്ട് നല്ലോണം വരട്ടുന്ന പോലെയാക്കിയിട്ട് എടുക്കുക. പിന്നെ എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് നുറുക്കിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്നതൊക്കെ ഇടുക, വേണ്ട ഇടണ്ട. ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് നുറുക്കി അതിലിട്ട് എല്ലാം കൂടി ഇളക്കി വെച്ച് പിന്നെ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അരി കുഴച്ച് ഉരുട്ടി വെച്ചില്ലേ, അതിനെ ഒരു ഉരുട്ടി എടുക്കുക. കൈയിൻ്റെ അടിയിൽ വെച്ച് നല്ലോണം ഉരുട്ടിയതിൻ്റെ ശേഷം വേണേൽ നിങ്ങൾക്ക് എണ്ണ തൊടാം, അല്ലെ വെള്ളം തൊടാം. എന്നിട്ട് നിങ്ങൾക്ക് അതിനെ ഇങ്ങനെ കയ്യിൽ നിന്ന് പരത്തി 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 പരത്തിയിട്ട് ഇങ്ങനെ പൂരി പോലെ പരത്തി വട്ടത്തിലാക്കി നല്ല ഒരു ചട്ടി പോലെയോ അങ്ങനെയോ നിങ്ങളിൽ പോലെയോ ആക്കിയിട്ട് എടുക്കുക. അത് ചായയിൽ നമ്മൾ ഇങ്ങനെ ആക്കിയതിൻ്റെ ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലേ പഞ്ചസാരയും വെല്ലവും ഏലക്കായ അണ്ടിപ്പരിപ്പെല്ലാം, ആ കൂട്ടെടുത്തിട്ട് 1 സ്പൂണോ 2 സ്പൂണോ ഈ കുയ്യിലിടുക. ഈ കുയ്യാക്കി വെച്ചതിൽ അങ്ങനെ എന്നിട്ട് അതിനെ നല്ലോണം ഒന്ന് ചുറ്റുന്നും ഇങ്ങനെ ആക്കി എടുത്തിട്ട് അതിനെ മൂടിക്കളിയുക. നാട്ടിലെല്ലാവരും ഉണ്ടാക്കുന്ന ഇത് പുതുമയൊന്നുമല്ല, എല്ലാവരും ഉണ്ടാക്കും. പക്ഷേ ഇപ്പം നമുക്കിതൊന്ന് തിന്നണമെന്ന് തോന്നിയോണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതിനെ എല്ലാത്തിനെയും ഇങ്ങനെ നിറച്ചിട്ട് ഉരുട്ടി വെക്കുക എല്ലാം. അതിൻ്റെ ശേഷം പിന്നെ ബാക്കി ഇതിപ്പോൾ ഇങ്ങനെയെല്ലാം എടുത്ത് നിങ്ങളെല്ലാം ഉരുട്ടി വെച്ചാൽ പിന്നെ ഒരു കുക്കർ എടുക്കുക. അതിൽ കുറച്ച് വെള്ളവും പാർന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുക. അത് തിളക്കുമ്പോൾ ഒരു അരിപ്പ എടുക്കുക. ഈ അരിപ്പയിൽ ഈ ഉരുട്ടകളെല്ലാം ചായച്ച് വെച്ച് ആ തിളക്കുന്ന വെള്ളത്തിൻ്റെ മേലെ വെച്ച് മൂടി വെക്കുക. കുറേ നേരം കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വെന്തതിൻ്റെ ശേഷം അത് നിങ്ങളൊരു ഈർക്കിലോ ഒരു ചെറിയ കൂർത്ത് എന്തെങ്കിലും കത്തിയോ പപ്പടം വാട്ടുന്ന കോരുന്ന പോലത്തെ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ എടുത്തിട്ട് അതിനെ ഒന്ന് കുത്തി നോക്കുക. കുത്തുമ്പോൾ നിങ്ങൾക്ക് കൈമ പറ്റുന്നൊന്നുമില്ല എന്ന് കണ്ടാൽ അതിനെ എടുത്ത് മാറ്റി പൊളന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് തിന്നാം. ഇനി വേറെ ഒരു വീഡിയോയിൽ ഞാൻ പിന്നെയും വരുന്ന. എന്നാൽ എല്ലാവർക്കും ബായ്.